ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെൻ്റൽ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അർജുന ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പിനാക്കിൾ ടെസ്റ്റിലെ പ്രീവിയസ് ഇയറിലെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെയിൽ അയച്ച് ചോദിച്ചിട്ടുണ്ട്, സാർ അതിൻ്റെ ബേസിക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ സ്പീഡിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇച്ചിരി പ്രയാസമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ബാച്ച് കൂടുതലും ഒരു വട്ടമെങ്കിലും ആ ഒരു ചാപ്റ്ററിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു, വളരെ അധികം യൂസ്ഫുൾ ആയിരുന്നു. അതുപോലത്തെ ഒരു ബാച്ച് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. പക്ഷേ ഒരുപാട് പേരുടെ തുടക്കക്കാർ കുറേ പേര് വരുന്നുണ്ട് നമ്മുടെ ചാനലിലോട്ട്. അപ്പോൾ അവർക്ക് ഏകലവ്യ ബാച്ചിലെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് അതിന് ഏകലവ്യ ബാച്ചിൽ ഞാൻ പെർസെൻറ്റേജ് എടുത്തത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ലെവലിൽ നിന്നും തുടങ്ങി ഹൈ ലെവലിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അതുപോലെയാണ് ഇപ്പോൾ ജോമെട്രി എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തൊട്ട് 2025 എഴുതുന്ന എക്സാമിന് വേണ്ടി എത്രത്തോളം അത് കംപ്ലീറ്റ് ആകും അല്ലെങ്കിൽ അത് മാത്രം ആശ്രയിച്ചിരിക്കുന്നവർക്ക് എനിക്ക് എൻ്റെ ഫുള്ളും കൊടുക്കാൻ പറ്റില്ല. ഏകലവ്യ ബാച്ച് എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ പോകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്ന് ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും, 2025 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിൽ വന്ന ഒരു ആശയമാണ് നമ്മുടെ അർജുന ബാച്ച് തന്നെ, അർജുന 2.0 എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് അർജുന ബാച്ചിൽ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 8000-ലധികം TCSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന നിലയിൽ ഇന്ന് നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ 10 ക്വസ്റ്റ്യൻ, എല്ലാ ദിവസവും 10 ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരും. 10 ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞ പോലെ, സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞു ഒരു ചാപ്റ്ററിലെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ചാപ്റ്റർ എടുത്തിട്ട് അതിൻ്റെ 100 ക്വസ്റ്റ്യൻ ചെയ്യണം, അടുത്ത ചാപ്റ്റർ എടുത്ത് അതിൻ്റെ 100 ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് വീണ്ടും നമ്പർ സിസ്റ്റത്തിൽ വരണം. അപ്പോൾ അർജുന 2.0 ഇങ്ങനെ നിങ്ങൾ ഓരോ ചാപ്റ്ററിനെയും 100 ക്വസ്റ്റ്യൻ കവർ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ചാപ്റ്ററും നമുക്ക് ഒരു റൗണ്ട് പോകുമ്പോൾ തന്നെ എല്ലാ ചാപ്റ്ററിലൂടെയെങ്കിലും നമുക്ക് കടന്നു പോകാൻ പറ്റും. അത് നിങ്ങളുടെ 2025 എഴുതാൻ പോകുന്ന CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, അതുപോലെ RRBയുടെ NDPC ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. അങ്ങനെ വന്ന ഒരു ആശയമാണ് അർജുന 2.0. വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ ഒരു ചാനലിൽ നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഇട്ടെന്ന് പറഞ്ഞാലും ഒരു റെഗുലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഡെയിലി ക്ലാസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നിന്നും ആൾക്കാർ വ്യൂസ് കുറയുന്നു, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അങ്ങനെ ഒരു കാരണവും ഞാൻ കണ്ടു, അതായത് ആൾക്കാരിലേക്ക് എത്തുന്നില്ല ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എല്ലാ ദിവസവും ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് തരണമെങ്കിൽ ഈ ഒരു PPT ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ടാണ് മിക്ക ക്ലാസ്സുകളും ഏകലവ്യ ബാച്ചിൻ്റെ മിക്ക ക്ലാസ്സുകളും ലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻസിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് തരാൻ പറ്റാത്തത്. ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് അതിനുവേണ്ടി PPT ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു പണിയാണ്. പക്ഷേ ഈ ഒരു അർജുന 2.0 എന്ന് പറയുന്നത് എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് അതുപോലെ തന്നെ എനിക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നാൽ മതി. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ബാച്ച് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാക്സിമം കൊടുത്ത് നിങ്ങൾക്ക് ഡെയിലി തന്നെ ക്വസ്റ്റ്യൻസ് തരാൻ ശ്രമിക്കും. നമ്മളൊരു 10 ക്വസ്റ്റ്യൻ വെച്ച് പെർ ക്ലാസ്സിൽ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നിർത്തണം. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സാംസിൻ്റെ ബാക്ക് ബോൺ ആണ്. പണ്ടൊക്കെ ടോപ്പേഴ്സൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങനെ അടിപൊളിയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾ വേറെ എവിടെയും പോയി നോക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ കണ്ടിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, വളരെയധികം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഒരു അർജുന 2.0 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ അതിലെ നമ്പർ സിസ്റ്റത്തിൻ്റെ 1 to 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ CGL 2025 വേണ്ടിയുള്ള ക്ലാസ് സീരീസ് നമ്മൾ സെപ്പറേറ്റ് ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ആ ചാനലിൻ്റെ കാര്യമൊക്കെ നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അതിൽ കുറച്ച് ക്ലാസ് ആയതിനു ശേഷം പറയുന്നതായിരിക്കും. അത് ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മെയിൻ ചാനലിൽ നമ്പർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. അടുത്ത ക്ലാസ്സുകൾ മുതൽ ഡെയിലി ക്ലാസ്സുകൾ തരണം എന്നാണ്, ഒരു ഫിക്സഡ് ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ രാത്രി 9 മണി വല്ലതും ഫിക്സാക്കി ചെയ്യാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നോക്കട്ടെ, എനിക്ക് നമ്പർ സിസ്റ്റം കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞാൽ ബാക്കി ചാപ്റ്ററുകളും എന്ത് ചെയ്യാം അതുപോലെ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ കാര്യമാണ്, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിലെ ക്ലാസ്സുകൾ മുഴുവൻ കണ്ടു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു.
നമുക്ക് തുടങ്ങാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്പർ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ 9 ഡിജിറ്റ് നമ്പർ, ഇതൊരു നമ്പറാണ്. അപ്പോൾ അർജുന ബാച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ അർജുന 2.0 ആണ്. ഒരുപാടങ്ങ് ഞാൻ കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. പക്ഷെ നമ്മൾ എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയുള്ള കൺസെപ്റ്റും എങ്ങനെ ഇത് എക്സാമിന് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യും, അർജുന ബാച്ചിൻ്റെ സ്റ്റൈലിൽ തന്നെ പഠിച്ചു പോകും. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് 8000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്പീഡിൽ തന്നെ അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡിൽ തന്നെ പഠിപ്പിച്ചെങ്കിലേ പറ്റൂ. ബാക്കി നമ്മുടെ എയർവേ ബാച്ച് അതുപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. യെസ്, ഇഫ് എ 9 ഡിജിറ്റ് നമ്പർ, ഇത് ഡിവിസിബിൾ ബൈ 72, ദെൻ വാട്ട്സ് വാല്യൂ 4x - 3y. ഒരു നമ്പർ 72ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ ആ നമ്പർ 8ൻ്റെയും 9ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. 8 × 9 ആണ് 72. നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോപ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ആ തന്നിരിക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഈ നമ്പർ 8ൻ്റെയും 9ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. ഒരു നമ്പർ 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 7, 8 y ആണ്. അപ്പോൾ വൈക്ക് ഏത് വാല്യൂ കൊടുത്താൽ 8ൻ്റെ മൾട്ടിപ്പിൾ ആവും. 78നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 72 വരെ പോവും. റിമൈൻഡർ 6 ആണ്. 6, 4 64 വന്നാൽ മാത്രമേ 8ൻ്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് 4 കിട്ടി. അപ്പോൾ നമുക്ക് 3y എന്ന് പറയുമ്പോൾ -12. നമുക്ക് ഇനി എക്സിൻ്റെ വാല്യൂ വേണം. അപ്പോൾ y 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 ഇവിടെ കൊടുക്കാം. 4 കൊടുക്കുമ്പോൾ 12, 19, 19നകത്ത് 18 വരെ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ബാക്കി 1 ഉണ്ട്. 1, 6, 7, 7, 3, 10, 15, 8, 23, 9 നോക്കണ്ട. 23ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ എക്സിന് വാല്യൂ വരും? 23ൻ്റെ കൂടെ 4 കൂട്ടണം 27 ആവാൻ വേണ്ടി, അതായത് 9ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ വേണ്ടി. ഒരു നമ്പർ 9ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ സം ഓഫ് ഡിജിറ്റ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. പിന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 9 വരുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം, അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 × 4 16 - 12. നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ ബി 4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഒരുപാടങ്ങ് കൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു 8000 ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എല്ലാ എക്സാമിൻ്റെ പേരും എല്ലാം എന്തുണ്ട് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇഫ് എ 10 ഡിജിറ്റ് നമ്പർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 ഡിജിറ്റ് നമ്പർ, ഇത് ഡിവിസിബിൾ ബൈ 88. അപ്പോൾ ഈ നമ്പർ 8 കൊണ്ടും 11 കൊണ്ടും മൾട്ടിപ്പിൾ ആയിരിക്കും. 8 × 11 ആണ് 88. കോപ്രൈം നമ്പർ, വേറെ കോമൺ ആയിട്ടൊന്നും ഇല്ലാത്ത രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. വാട്ട്സ് എ വാല്യൂ 5x - 7y ഫോർ ദ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ എക്സിന് ലാർജസ്റ്റ് വാല്യൂ വരണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 5x - 7y വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3y2 എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കണം? നമ്മളുടെ 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ അതിന് വൈക്ക് ഏതൊക്കെ വാല്യൂ വരാം? ഇപ്പോൾ 0 പറ്റത്തില്ല. 1 വരുമ്പോൾ 24 വരെ പോകും. ബാക്കി 72. അപ്പോൾ വൈക്ക് 1 വരാം. 2 പറ്റത്തില്ല. 3 പറ്റത്തില്ല. 4 പറ്റുമോ? 4 പറ്റത്തില്ല. 5 പറ്റുമോ? 5 പറ്റും. 5 ആകുമ്പോൾ 32. ബാക്കി 32. അപ്പോൾ 5 പറ്റും. പിന്നെ 6, 7 പറ്റുമോ? 7 പറ്റുമോ എന്ന് വെച്ചാൽ 32 ഇല്ല. 8 പറ്റുമോ? 8 ആകുമ്പോൾ 62 ഇല്ല. 9 പറ്റും. 32. ബാക്കി 72. 1, 5, 9 വരാം വൈക്ക്. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്തോരം നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. അപ്പോൾ ഇവിടെ 1 വരാം, 5 വരാം, 9 വരാം. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ 1, 5, 9 എന്നീ വാല്യൂകൾ വരാം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം? 11ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യണം. 11ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? 11ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ ഓൾട്ടർനേറ്റ് ഡിജിറ്റിൻ്റെ സം എടുക്കുക. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2, 5, 13, 17 വന്നു. അടുത്തത് വൈക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. y 4 x 13 15 പ്ലസ് x പ്ലസ് y. ഒന്നുകിൽ ഇതിൻ്റെ ഡിഫറൻസ് 0 ആവണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 11 അല്ലെങ്കിൽ 22, അങ്ങനെ പോകണം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വൈക്ക് 1 കൊടുത്താൽ എക്സിന് എത്ര എടുക്കേണ്ടി വരും? 1 കൊടുക്കേണ്ടി വരും. നമുക്ക് ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എക്സ് ആണ് വേണ്ടത്. ഇനി വൈക്ക് 5 കൊടുത്താൽ നമ്മൾ ഇവിടെ എന്തായി? ഇവിടെ 15, 5, 20 ആയി. അപ്പോൾ ഇവിടെ 17 ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഡിഫറൻസ് എടുക്കേണ്ട, ഇതിൻ്റെ ഡിഫറൻസ് വന്നാൽ മതി. ഇവിടെ 20 ഉണ്ട്. അപ്പോൾ എക്സിന് എത്ര വാല്യൂ വേണ്ടി വരും? 28 ആയി കഴിഞ്ഞാൽ, എക്സ് 8 ആയി കഴിഞ്ഞാൽ നോക്ക്, 28 ആയി കഴിഞ്ഞാൽ 28 - 17 11 വരും. ഈ നമ്പർ എന്താവും? 11ൻ്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ എക്സിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? 8 കൊടുക്കാം. 9 കൊടുത്താൽ പറ്റത്തില്ല, 29 ആയിപ്പോൾ. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? മാക്സിമം ഗ്രേറ്റസ്റ്റ് വാല്യൂ. അതാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ. എക്സിൻ്റെ ലാർജസ്റ്റ് വാല്യൂ 8 ആണ്. വൈ ആ സമയത്ത് എന്താവും? 5 ആവും. ഓക്കെ, രണ്ടാമത്തെ വാല്യൂ എടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 5x - 7y. 5 × 8 40 - 7 × 5 35. 40 - 35 5 എന്ന് നമുക്ക് ആൻസർ കൊടുക്കാം. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ 10 ഡിജിറ്റ് നമ്പർ ഇത് ഈസ് ഡിവിസിബിൾ ബൈ 72.
72 എന്ന് പറഞ്ഞാൽ എന്താ 8 കൊണ്ടും 9 കൊണ്ടും മൾട്ടിപ്പിൾ ആണ്. 8ൻ്റെ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ദെൻ വാട്ട് ഈസ് ദ പോസിബിൾ വാല്യൂ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 3x മൈനസ് വൈ ഫോർ ദ പോസിബിൾ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് വൈ? അപ്പോൾ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് വൈക്ക് നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ വേണം. അപ്പോൾ 7x2 എന്ന് പറയുന്ന വാല്യൂ 8ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാമല്ലോ. 0 വേണ്ട, 0 പോകത്തില്ല, 64 ഇല്ല പോകത്തില്ല. 1 പോയി കഴിഞ്ഞാൽ 64 72. എക്സിന് 1 വരാം. അപ്പോൾ എക്സിന് 1 വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 1 വരാം. അതേപോലെ എക്സിന് വേറെ ഏത് വാല്യൂ വരാം? എക്സിന് 2 പറ്റത്തില്ല, എക്സിന് 3 പറ്റില്ല, എക്സിന് 4 പറ്റില്ല, എക്സിന് 5 വരാം. എക്സിന് 5 വരാം. നേരത്തെ പോലെ തന്നെ 7x2, ഇത് 3x2 3y2 വരുന്നു. ഓക്കെ, 5 വരാം. അടുത്ത 6 പറ്റില്ല, 7 പറ്റില്ല, 8 78 ഇല്ല, 79 പറ്റും, 72 ബാക്കി 72. അപ്പോൾ 9 വരാം. 1ഉം 5ഉം 9ഉം വരാം. ഇനി 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സം ഓഫ് ഡിജിറ്റ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 9 വരുന്ന എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 7ഉം 2ഉം നോക്കണ്ട, 9 ആണ്. എക്സിൻ്റെ വില അവിടെ നിൽക്കട്ടെ, 9 നോക്കണ്ട. 5 3 8 7 15, 15 തൊട്ട് 23, 9 നോക്കണ്ട. അപ്പോൾ 23 അധികം എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്തായിരിക്കണം? 9ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പോൾ വൈക്ക് ഞാൻ 1 കൊടുത്താൽ എക്സിന് എത്ര വരും? 24. എക്സിന് 3ഉം വരാം. അടുത്ത 36 വരണമെങ്കിൽ 24 12 ഒരിക്കലും എക്സിൻ്റെ വാല്യൂ വരത്തില്ല. ഇനി വൈക്ക് ഞാൻ 5 കൊടുത്താൽ 28ൻ്റെ കൂടെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 36 ആണ്. 8 വരെ, എക്സിന് 8 വരാം. വൈക്ക് 9 കൊടുത്താൽ 23 9 32 ആണ്. 32ൻ്റെ കൂടെ എക്സിന് 4 വരാൻ പറ്റും. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? എക്സിൻ്റെ വാല്യൂ ഒരിക്കലും 9 കൂടുതലില്ല. അപ്പോൾ എക്സിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് എക്സ് അല്ല വൈക്ക് വരാൻ പറ്റുന്ന എക്സിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. എക്സിന് 5 കൊടുത്താൽ വൈക്കല്ല, എക്സിന് 5 കൊടുത്താൽ വൈയുടെ വാല്യൂ എത്ര വരും? 8 വരും. ഓക്കെ, അത് നോക്കിയാൽ മതി, കുഴപ്പമില്ല. നമുക്ക് 3x, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 8ന് മൾട്ടിപ്പിൾ ആവാൻ വേണ്ടിയുള്ളത് 5 ആണ്. അപ്പോൾ 3 × 5 15 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 8. 15 മൈനസ് 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 ആൻസർ വരും. ഓപ്ഷൻ സി ആൻസർ കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 72. അപ്പോൾ അത് 8 കൊണ്ടും 9 കൊണ്ടും മൾട്ടിപ്പിൾ ആണ്. എക്സ് വൈയും ഈക്വൽ അല്ല. അതിൻ്റെ വാല്യൂ ഓഫ് റൂട്ട് എക്സ് വൈ. ഇപ്പോൾ റൂട്ട് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് ഈക്വൽ അല്ല. അപ്പോൾ ഒരിക്കലും എന്ത് വരത്തില്ല? പെർഫെക്റ്റ് നമ്പർ നമുക്ക് വരത്തില്ല. ഈക്വൽ ആണെങ്കിൽ മാത്രമേ റൂട്ട് ഓഫ് 7 × 7 ആണ് 7 എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് 3 × 3 ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് വരത്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഒന്നുകിൽ റൂട്ട് 7 അല്ലെങ്കിൽ റൂട്ട് 6 നമുക്ക് നോക്കാം. 8ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 5x6 എന്തായിരിക്കണം? 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ 5ൻ്റെ കൂടെ എക്സിന് എന്ത് കൊടുക്കാം? എക്സിന് 0 കൊടുത്താൽ പറ്റത്തില്ല. എക്സിന് 1 കൊടുത്താൽ പറ്റില്ല. 48 പോവും, 36 ഇല്ല. ഇത് 2 കൊടുത്താൽ 48 പോവും, 46 ഇല്ല. എക്സിന് 3 കൊടുത്താൽ 48 56. ഇപ്പോൾ x = 3. ഇപ്പോൾ x = 3 ആയി കഴിയുമ്പോൾ എന്ത് വരും? 3 ആയാൽ ഇവിടെ 9 നോക്കണ്ട. 16 24 29 5ഉം 34. y എന്ത് വരും? y 2 വരും അല്ലേ? 34 എക്സിന് 3 കൊടുത്താൽ 9, 5 4 9 നോക്കണ്ട. 16 8 24 5 29 5 34. വൈക്ക് 2 വരും. എക്സിന് 3 കൊടുത്താൽ വൈക്ക് 2 വരും. ഇപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് 3 × 2 റൂട്ട് 6. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അടുത്തത് ഇഫ് ദ 6 നമ്പർ ഇത് ഡിവിസിബിൾ ബൈ 44 ദെൻ എക്സ് പ്ലസ് 1. ഒരു നമ്പർ 44ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 11ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ വേണ്ടി 1 നോക്കണ്ട. 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കും? 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. വൈക്ക് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റും? വൈക്ക് 1 കൊടുക്കാം, വൈക്ക് 3 കൊടുക്കാം, വൈക്ക് 52, അതേപോലെ 72 92. ഇതെല്ലാം എന്താണ്? 12 32 52 72 92 എല്ലാം 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി നമുക്ക് 11ൻ്റെ മൾട്ടിപ്പിൾ വേണം. 11ൻ്റെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 2 + 1 3, 3 + 5 8. ഓൾട്ടർനേറ്റ് ഡിജിറ്റിൻ്റെ സം എടുക്കുക. പിന്നെ x + y + 1, x + y + 1. പിന്നെ ഡിഫറൻസ് 0യോ 11ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ x + y എന്തെങ്കിലും പറ്റൂ? x + y 7 ആയാൽ മതി. x + y 7 ആയാൽ എന്ത് ചെയ്തു? x + y 7 ആയാൽ എന്താവും? ഇതെന്താവും? 8 - 8 ആവും. 11ൻ്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ x + y വാല്യൂ നമുക്ക് ഈ 4ൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യമില്ല. സത്യത്തിൽ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഈ ഒരു 11ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കണ്ടീഷൻ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 12? അപ്പോൾ ഈ നമ്പർ 12 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഈ നമ്പർ 12 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 4 കൊണ്ട് 3 കൊണ്ട് ഡിവിസിബിൾ ആവണം. ഓൾറെഡി ഈ നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് എന്താണ്? ഇത് 4 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. ഇനി 3ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? സം ഓഫ് ഡിജിറ്റ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതിനുള്ള എളുപ്പവഴിയുണ്ട്. നിങ്ങൾ 3ൻ്റെ കൂട്ടുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത് മാറ്റി നിർത്താം. അത് പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല. 2 4 6, പിന്നെ ഒരു 3 ഉണ്ട്, അത് വേണ്ട. 7 1 8 5 18 5 13. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? ലീസ്റ്റ് വാല്യൂ 13 എത്ര കൂട്ടേണ്ടി വരും? 2 കൂട്ടിയല്ല 15 വരും. അതായത് 3ൻ്റെ മൾട്ടിപ്പിൾ. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്കായിട്ട് ചെയ്യുക.
ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ സൊല്യൂഷൻ പറയുന്നതായിരിക്കും. ഇതും ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ഡെയിലി ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ചെയ്യാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും കാണുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.